കേരളത്തിലെ ഏക പരശുരാമസ്വാമി ക്ഷേത്രമായ തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ക്ഷേത്രം 365 ദിവസവും ബലിതർപ്പണം നടത്താവുന്ന ഏക ക്ഷേത്രമാണ്. കൂടുതൽ വിശേഷങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പരബ്രഹ്മ സ്വരൂപനായ പരശുരാമനെ ചതുർബാഹു മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എന്നാൽ താമരയ്ക്ക് പകരം പരശുരാമൻ്റെ ആയുധമായ മഴുവാണ് പ്രതിഷ്ഠയിലുള്ളത്. ശിവഭഗവാന് തുല്യ പ്രാധാന്യത്തോടെ കുടികൊള്ളുന്നുണ്ടിവിടെ. ശിവപ്രതിഷ്ഠയ്ക്ക് കിഴക്കോട്ടും പരശുരാമ പ്രതിഷ്ഠയ്ക്ക് വടക്കോട്ടുമാണ് ദർശനമുള്ളത്. ഈ ക്ഷേത്രത്തിലെ ഉപദേവന്മാർ മത്സ്യമൂർത്തി, ശ്രീകൃഷ്ണൻ, ഗണപതി, വേദവ്യാസൻ, ബ്രഹ്മാവ്, സുബ്രഹ്മണ്യൻ തുടങ്ങിയവരാണ്. കോവളം ബീച്ചിൽ നിന്ന് 6 കിലോമീറ്ററും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 3 കിലോമീറ്ററും അകലെയായി കരമനയാറിനും പാർവതീപുത്രനാറും കിള്ളിയാറും സംഗമിക്കുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മരണാനന്തര കർമ്മമായ ബലിതർപ്പണമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം. 365 ദിവസവും ബലിതർപ്പണം നടത്താവുന്ന ക്ഷേത്രമാണിത്. കൂടാതെ ക്ഷേത്ര ചുറ്റുമതിലിനുള്ളിൽ തന്നെ ബലിതർപ്പണം നടത്തുന്ന ഏക ക്ഷേത്രവും തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം തന്നെ. ഒരേ സമയം 2000-ലധികം ആളുകൾക്ക് ബലിതർപ്പണം നടത്താൻ സാധിക്കും. അമ്മയ്ക്ക് പുനർജന്മം നേടിക്കൊടുത്ത ഭഗവാൻ പരശുരാമൻ്റെ സന്നിധിയിൽ ബലിയർപ്പിച്ചാൽ പരേതാത്മാവിന് മോക്ഷം ലഭിക്കുമെന്ന വിശ്വാസമാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. ഇവിടെ കർക്കിടക വാവിന് ബലിയർപ്പിച്ചാൽ 1 വർഷം മുഴുവൻ ബലിയർപ്പിച്ചതിൻ്റെ പുണ്യമുണ്ടെന്ന് വിശ്വാസമുണ്ട്. ഓംകാരപ്പൊരുളായ ത്രിമൂർത്തി സാന്നിധ്യം ഇവിടെയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കാരണം സന്യാസം സ്വീകരിച്ച് നാട്ടിലെത്തിയ ശ്രീ ശങ്കരാചാര്യർ തൻ്റെ അമ്മയ്ക്ക് ബലിതർപ്പണം ചെയ്യാൻ ഇവിടെ എത്തിയപ്പോൾ ബ്രഹ്മാവ്, പരശുരാമൻ, പരമശിവൻ എന്നിവർ അദ്ദേഹത്തിന് ദർശനം നൽകിയെന്നും തുടർന്ന് 3 പേരെയും പ്രതിഷ്ഠിച്ചു എന്നുമാണ് ഐതിഹ്യം. 1400 വർഷത്തിലധികം പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രത്തിന്. ക്രിസ്തുവർഷം 9-ാം നൂറ്റാണ്ടിൽ ശ്രീ ശങ്കരാചാര്യനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയെന്നാണ് ചരിത്രം പറയുന്നത്. ദ്രാവിഡ ശൈലിയിലാണ് ക്ഷേത്രത്തിൻ്റെ മുഖമണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. 2 കൊടിമരങ്ങളുള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണിത്. ക്ഷേത്രത്തിനടുത്തുള്ള നദിയിൽ നിന്നും ചെളിയെടുത്ത് ശർക്കരയുമായി ചേർത്തുണ്ടാക്കിയ കൂട്ടുപയോഗിച്ചാണ് വിഗ്രഹം നിർമ്മിച്ചത് എന്ന് ഒരു ഐതിഹ്യം പറയുന്നു. 6 മണി മുതൽ 10 മണി വരെയാണ് എല്ലാ ദിവസവും ഇവിടെ ബലിതർപ്പണത്തിനായുള്ള സമയം. തുലാമാസത്തിലെ അത്തം നക്ഷത്രത്തിലാണ് ഇവിടെ ഉത്സവത്തിന് കൊടിയേറുക. വിഷ്ണു ഭഗവാന്റെ പരമഭക്തനായ വില്ലുമംഗലം സ്വാമികൾ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്നും പറയപ്പെടുന്നുണ്ട്. പരശുരാമ പ്രതിഷ്ഠയ്ക്കൊപ്പം പ്രാധാന്യം ശിവപ്രതിഷ്ഠയ്ക്കും നൽകിയതുകൊണ്ടാണ് 2 മൂർത്തികൾക്കും പ്രത്യേകം കൊടിമരങ്ങൾ ഇവിടെ ഉള്ളത്. ക്ഷേത്രത്തിലെത്തിയാൽ ആദ്യം പുറമേ പ്രദക്ഷിണം വയ്ക്കണം. പിതൃതർപ്പണം നടത്തുന്ന ക്ഷേത്രങ്ങളിൽ ഏറെ പേര് കേട്ട ക്ഷേത്രമാണ് ഇത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.